തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുകയാ. നിസ്കാരപ്പായിലിരുന്നല്ല, പള്ളിക്കകത്തിരുന്നല്ല, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാമെന്നപ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഖുർആൻ ഓതുകയാ. ഏതായത്താ ഓതിയതെന്നറിയുമോ? തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പാരായണം ചെയ്യുന്ന ആയത്താണ് തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. വാതിലിന്റെ ഇടയിലൂടെ ഒളിഞ്ഞു നോക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുന്നു, ഫാത്തിമ, നല്ല മരണം വെറുതെ കിട്ടില്ല ഫാത്തിമ, നല്ല മരണം വെറുതെ കിട്ടില്ല. ആർക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നതെന്നറിയുമോ? വൽആഖിബതു ലിൽ മുത്തഖീൻ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്കാ. ഒളിഞ്ഞു നോക്കുന്ന ഭാര്യയോട് വിളിച്ചു പറയുകയാണ്, അല്ലാഹുവേ, ഫാത്തിമ നോക്കുമ്പോ മുഖത്തേക്ക് തുണിയെടുത്തിടുന്നുമ്മ, മുഖത്തേക്ക് തുണിയെടുത്തിടുകയാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ശഹാദത്ത് കലിമ പറയുകയാണ്. അനക്കമില്ലടോ, റൂമിന്റെ അകത്ത് അനക്കമില്ലടോ. ഫാത്തിമ ഓടുകയാണ്. വാതിൽ തുറന്ന് ഓടിച്ചെല്ലുമ്പോ റൂമിന്റെ അകത്ത് വല്ലാത്ത സുഗന്ധമാ, റൂമിന്റെ അകത്ത് വല്ലാത്ത സുഗന്ധമാ. തന്റെ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ എന്തൊരു പ്രകാശമെന്നറിയുമോ? പുഞ്ചിരിക്കുന്ന മുഖത്തോട് തന്റെ പ്രിയപ്പെട്ടവന് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. നാട് മുഴുവനും അറിയുകയാണ്, ജനങ്ങൾ മുഴുവനും ഓടി വരികയാണ്. കണ്ടവർ പറയുന്നു, എന്തൊരു മരണമാ പടച്ചവര്, എന്തൊരു പ്രകാശമാ പടച്ചവര്. എല്ലാരും പറയുന്നു നല്ല മരണമാണെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ജനാസ കുളിപ്പിച്ചു, മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു, ജനാസ ഖബറിലേക്ക് കൊണ്ടുപോയി ഇറക്കുകയാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും തറത്തൻ നുഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് പിടിമണ്ണ് വാരിയിടുകയാ. ഖബറടക്കി കഴിഞ്ഞപ്പോ സാധാരണ എല്ലാവരും മടങ്ങി പോകുമടോ. എന്നാൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ജനാസ ഖബറടക്കി കഴിഞ്ഞപ്പോ വന്നവര് പോകുന്നില്ല. എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്, എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്. വലിയ ചർച്ചയായടോ, വലിയ ചർച്ചയായടോ. എന്തൊരു മരണമാ പടച്ചവന്. അസ്റായിലിനോട് സലാം പറഞ്ഞു, ഖുർആനോദി. എന്ത് സുഗന്ധമാ അല്ലാഹ്. പയ്യത്ത് കുളിപ്പിച്ചവരും പൊതിഞ്ഞവരും ചുമന്നവരും നിസ്കരിച്ചവരും ഖബറടക്കിയവരും എല്ലാവരും പറയുന്നു വല്ലാത്ത സുഗന്ധമാണെന്ന്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു മരണം കിട്ടിയത്? നാട്ടുകാർ മുഴുവനും വീണ്ടും പോവുകയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീട്ടിലേക്ക്. ആ നിസ്കരിക്കാമെന്നവര് മുഴുവനും തിരിച്ചു പോവുകയാണ്. വീടിന്റെ മുമ്പിൽ ചെന്നിട്ട് വിളിക്കുന്നു, ഫാത്തിമ, സങ്കടപ്പെടുത്താമെന്നതല്ല, വേദനിപ്പിക്കാമെന്നതല്ല, ഭർത്താവ് മരിച്ചതിന്റെ ദുഃഖത്തിലാണ് നീ ഇരിക്കുകയാണ് ഫാത്തിമ. നിന്റെ ഭർത്താവിന്റെ ജനാസ മണ്ണിലിറക്കി വെച്ചിട്ട് ഞങ്ങൾ വന്നത് എന്തിനെന്നറിയുമോ? ഒരേ ഒരു കാര്യം ചോദിക്കാനാ, ഒരേ ഒരു കാര്യം ചോദിക്കാനാ. എന്താണ് ഞങ്ങൾക്ക് അറിയേണ്ടതെന്നറിയോ? നിന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുത്തല്ലോ. എന്തൊരു പ്രകാശമാ, എന്തൊരു സുഗന്ധമാ. ഖുർആൻ ഓതിയല്ലോ, അസ്റായിലിനോട് സലാം പറഞ്ഞല്ലോ. ഇത്രയും ജനം എവിടെ നിന്ന് വന്നു എന്നറിയില്ല ഫാത്തിമ. നിന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുത്തു. ഞങ്ങൾക്കും അതുപോലെ വേണം, ഞങ്ങളും മരിക്കേണ്ടവരാ. ഇതുപോലെ ഒരു നല്ല മരണത്തിന് വേണ്ടി ഒരുങ്ങാനാ ഫാത്തിമ. പറ
ഫാത്തിമ, നിന്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു മരണം കിട്ടാൻ എന്താണ് കാരണമെന്ന് നാട്ടുകാര് മുഴുവനും ചോദിച്ചപ്പോ ആ മഹദി പറഞ്ഞ മറുപടി അറിയുമോ പ്രിയപ്പെട്ട സഹോദരാ? എന്താണ് പറഞ്ഞതെന്നറിയുമോ? മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖ്സരിൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. പിന്നെ എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരേ ഒരു കാരണമേ ഉള്ളൂ. എന്താണ് ആ കാരണമെന്നറിയുവോ? ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. തന്റെ ഭർത്താവിന്റെ ജനാസ ഖബറിൽ ഇറക്കി വെച്ചിട്ട് നാട്ടുകാര് വന്നിട്ട് ചോദിക്കുന്നു, നിന്റെ ഭർത്താവിന് അല്ലാഹു നല്ല മരണം കൊടുത്തു, ആ മനുഷ്യനെ കുറിച്ച് നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചപ്പോ ആ പ്രിയപ്പെട്ടവള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, കള്ളം പറയുകയല്ല. പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം. എന്റെ ജീവിതത്തില് അല്ലാഹുവിനെ പേടിയുള്ള വേറെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിനെ പോലെ, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച വേറെ ഒരാള് എന്റെ ജീവിതത്തിൽ പടച്ചവനാണ് സത്യം, ഞാൻ കണ്ടിട്ടില്ല. ആ മനുഷ്യൻ അല്ലാഹുവിനെ വല്ലാത്ത ഭയമായിരുന്നു. പെങ്ങളെ, യദ്കുറുല്ലാഹ ഫില്ലൈൽ യദ്കുറുല്ലാഹ സുമ്മ യബ്കീ ഹത്താ യുസ്ബിഹ. ഭാര്യയും ഭർത്താവും കൂടെ കിടപ്പറയിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ, അവര് തമാശ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഫാത്തിമ പറഞ്ഞു അല്ലാഹ്. ഫാത്തിമയുടെ വായിൽ നിന്ന് വീണു അല്ലാ. അല്ലാഹുടെ പേരങ്ങ് പറഞ്ഞപ്പോ അതാ കരയാൻ തുടങ്ങി, ഭർത്താവ് കരയാൻ തുടങ്ങി. നരകം പറഞ്ഞപ്പോഴല്ല, മരണം പറഞ്ഞപ്പോഴല്ല, ഖബർ പറഞ്ഞപ്പോഴല്ല, മഹ്ശറ പറഞ്ഞപ്പോഴല്ല, സിറാത്ത് പറഞ്ഞപ്പോഴല്ല, മീസാൻ പറഞ്ഞപ്പോഴല്ല, അല്ലാഹ് എന്നൊന്ന് പറഞ്ഞപ്പോ വെളുപ്പാൻ കാലം വരെ ഇരുന്ന് കരയുകയാ. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. എന്നൊന്ന് പറഞ്ഞപ്പോ വെളുപ്പാങ്കാലം വരെ ഇരുന്ന് എന്റെ ഭർത്താവ് കരഞ്ഞു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യയോട് ചോദിച്ചു, ഭർത്താവിന്റെ ജനാസ ഖബറടക്കിയിട്ട് നാട്ടുകാര് മുഴുവനും വീട്ടിൽ വന്ന് ചോദിച്ചു, എങ്ങനെയുണ്ട് ഭർത്താവ്, എന്താണ് നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം? നബിതങ്ങളോട്, നബിതങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ, ഏ ഉമ്മാ, മുത്തുനബിയുടെ സ്വഭാവം എന്താ, മുത്തുനബിയെ കുറിച്ച് പറയാൻ എന്താ ഉള്ളേ? വഫാത്തിന് ശേഷമാ ചോദിച്ചേ. ആയിഷ ബീവി പറഞ്ഞ മറുപടി കാന ഖുൽഖുഹു ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഏ ചങ്ങാതി, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു സ്വർഗം നിർബന്ധമാ. ആ 4 പേര് നല്ലത് പറയണം. ആ 4 പേരിൽ രണ്ടാമത്തെ ആള് നാട്ടുകാരോ മഹല്ലുകാരോ ഇമാമോ ആരുമല്ല, നിന്റെ കൂടെ കിടന്ന നിന്റെ ഭാര്യ പറയണം നീ നല്ലവനായിരുന്നു എന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ആമീൻ എന്നും പറയൂല, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ആര് പറയണം? ആര് പറയണം? നിന്റെ കൂടെ കടന്നവള് പറയണം നീ നല്ലവനായിരുന്നു. പറയോ? നെഞ്ചത്ത് കൈവച്ചിട്ട് ചോദിക്ക്, നിന്റെ കൂടെ കടന്നവള് പറയോ നീ നല്ലവനായിരുന്നു? നിന്റെ സർവ്വ തരികടെ അവക്കറിയാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വേറെ ആരെങ്കിലും കുറിച്ച് പറഞ്ഞാൽ പറയും, നിന്നെ കുറിച്ച് പറയാൻ സാധ്യതയില്ല. ഇന്ന് രാത്രി ചുമ്മാതെ വീട്ടിൽ പോയിട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. ആമിന, ആമിന, സിറാജ് പറഞ്ഞത് കേട്ടില്ലേടി?
എടി നാളെ അള്ളാഹുടെ മുമ്പിൽ പോകുമ്പോ നീ പറയോ ഞാൻ നല്ലവനാണെന്ന്? പറയും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതാണ് അവസ്ഥ. ചില ആണുങ്ങള് പഴുത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുമ്പോ പെണ്ണുമ്പിള്ളയുടെ അടുത്ത് പറയും, ഉസ്താദ് പറഞ്ഞു കേട്ടോടി, ഉസ്താദ് പറഞ്ഞു കേട്ടോ, നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണം. എന്റെ പൊരുത്തം ഉണ്ടെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ. പറയാ, എന്റെ മൂക്കിന്റെ അകത്ത് നിന്ന് ചീഞ്ചല ഒഴുകി വന്ന അതുവരെ നീ തുടച്ചെടുക്കണം. അള്ളാഹു ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു. അത്രയ്ക്കും പവറാന്നാ പറയണേ. ഭാര്യയോട് ഇങ്ങനെ പോയിട്ട് പറയണ ഒരുപാട് ആണുങ്ങളുണ്ട്. സത്യത്തിൽ നിങ്ങൾ ചിന്തിക്കണേ, ഏത് ഭർത്താവാ കഞ്ചാവ് അടിക്കുന്നവനാ വീട്ടിൽ പോയിട്ട് ഇത് പറയുന്നേ? വെള്ളിയാഴ്ച പോലും പള്ളി കയറാത്തവനാ ഭാര്യ എടുത്ത് പോയിട്ട് ഇത് പറയുന്നേ? എന്റെ പൊന്നാര ചങ്ങാതി, ആദ്യം നീ നന്നാകും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഭാര്യമാര് പറയണം, സ്വന്തം ഭാര്യ പറയണം, നമ്മുടെ പ്രിയപ്പെട്ടവള് പറയണം നമ്മൾ നല്ലവളാണെന്ന്. പറയോ താത്തമാരെ? നിങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കണമെന്ന് തോന്നുന്നില്ലേ? സാധാരണ ഏത് വഴുതിന് വരുന്ന ഉസ്താദ് നിങ്ങള് തിരുത്തിയാ പറയാ, ഞാനൊരു വെറൈറ്റി ഇല്ലേ, നിങ്ങൾ നല്ലവരാ, അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഭാര്യമാര് പറയണം ഭർത്താവിനെ കുറിച്ച്, നമ്മളെ കുറിച്ച് നമ്മുടെ യഥാർത്ഥ സ്വഭാവം നാട്ടുകാർക്ക് അറിയോ? നമ്മുടെ യഥാർത്ഥ സ്വഭാവം കതറുകൂട്ടി ഇങ്ങനെ നടക്കുന്നു. സെക്രട്ടറി, പ്രസിഡന്റ്, പ്രഭാഷകൻ, ഇമാമ്, രാഷ്ട്രീയക്കാരിങ്ങനെ നടക്കുന്നുണ്ട്. നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്ന നമ്മുടെ ഭാര്യയ്ക്ക് അവക്കെ അറിയത്തുള്ളതെല്ലാം. അതുകൊണ്ട് എന്റെ പൊന്നാര സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്യുക? നല്ലവരായി മാറുക. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നതിനപ്പുറം കൂടെ കിടക്കുന്നവളെ കൊണ്ട് പറയിപ്പിക്കണം നമ്മൾ നല്ലവനാണെന്ന്. അവിടെയാണ് നമുക്ക് വിജയം ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാനാ? ആ പാപത്തിന് കൊടുക്കേണ്ട പരിഗണനയും കൊടുക്കൂല, ഒരു വിലയും കൊടുക്കൂല. എടോ, ഭർത്താവ് എന്ന് പറയുമ്പോ ഭാര്യയുടെ കണ്ണ് നിറയണം ചങ്ങാതി. എന്റെ ഇക്ക എന്ന് പറയുമ്പോ 1000 നാവായിരിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പെണ്ണുങ്ങൾക്ക് ഭർത്താവിനെ കുറിച്ച് പറയുമ്പോ ഇന്നും ചിലര് പറയും, മരിച്ചുപോയ ഭർത്താവിനെ കുറിച്ച് പറയും, അറിയാതെ കണ്ണ് നിറഞ്ഞു പോകുള്ളൂ. വല്ലാത്തൊരു സ്നേഹബന്ധം, ബഹുമാനം, ആദരവാ. ആർക്ക് ബഹുമാനവും സ്നേഹവും ഒക്കെ? ഇന്ന് ഭർത്താവ് ഭാര്യയുമായി മനസ്സിലാക്കുന്നില്ല, സ്നേഹം കൊടുക്കുന്നില്ല, ബഹുമാനം കൊടുക്കുന്നില്ല, ബഹുമാനം തന്നെ കൊടുക്കുന്നില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ ഭർത്താവിനെ എന്താ വിളിക്കുക? പെണ്ണുങ്ങൾ ഭർത്താവിനെ ഞങ്ങളുടെ നാട്ടിൽ മച്ചാന്നൊക്കെ വിളിക്കും. ഇവിടെ എന്താ വിളിക്കുന്നത്? ചീത്ത വിളിക്കാതിരുന്നാ മതി. ഒന്ന് ഓർമ്മിപ്പിക്കല്ലേ സാറേ, ഇക്കാന്ന് വിളി. ചില പെണ്ണുങ്ങൾ ഭർത്താവിന്റെ പേര് വിളിക്കും. ഞാനൊരു വീട്ടിൽ എടാ വാടാ പോടാന്ന് വിളിക്കുന്നവരുണ്ട് കേട്ടോ. പ്രേമിച്ച് കെട്ടിയതൊക്കെ അങ്ങനെ. എടാ, ഞാനൊരു വീട്ടിൽ പോയപ്പോ ഭർത്താവിന് എടാ നീ കിടക്കടാ, ഞാൻ ചാരി അല്ല വിളിച്ചത് ഭർത്താവിനെ. ചില പെണ്ണുങ്ങളാണെങ്കിൽ പേര് വിളിക്കും. കാരണം കൂട്ടുകാരായിരുന്നു, ഒരുമിച്ച് പഠിച്ചു നടന്നവരാ, പേരൊക്കെ വിളിക്കുന്നവരുണ്ട്. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, നിന്റെ വാപ്പാനെ നീ എന്താ വിളിക്കണേ? നിന്റെ ഉമ്മയുടെ പേര് ഖദീജ ആണെന്ന് കരുതുക. ഖദീജ ഉമ്മ എന്നാണോ വിളിക്കുന്നത്? ഇപ്പൊ എന്റെ പേര് സിറാജ്. എന്റെ മോൻ എന്നെ കാണുമ്പോ സിറാജ് വാപ്പ എന്ന് വിളിക്കണം. എടാ, ഒന്നീ സിറാജ് എന്ന് വിളി, അല്ലെങ്കിൽ വാപ്പാന്ന് വിളി. അല്ലേ? അങ്ങനെ കാലം മാറിപ്പോയടോ. എല്ലാം അങ്ങോട്ടും പേര് വിളിക്കുക, ഒരു ബഹുമാനം ഇല്ലടോ. ഉസ്താദിനെ വിളിക്കുമ്പോ ഉസ്താദേന്നാ വിളിക്കണ്ടേ, ഉസ്താദിന്റെ പേരല്ലേ വിളിക്കേണ്ടത്. എന്റെ പേരെന്തോ യൂസുഫ് ഉസ്താദ് എന്ന് വിളിച്ച് മദ്രസയെ പഠിപ്പിക്കണം. ഉസ്താദ് യൂസുഫ് ഉസ്താദിനെ മദ്രസയെ കുട്ടി വിളിക്കാൻ പാടുണ്ടോ? ഉസ്താദ് എന്ന് വിളിക്കണം. ഒരാൾക്കൊരു ആദരവുണ്ട്, ബഹുമാനമുണ്ട്. വയസ്സിന് മൂത്തവരെ, എന്റെ ഇപ്പൊ ജ്യേഷ്ഠൻ അനിയൻ ഇക്കാന്നല്ലേ വിളിക്കണ്ടേ? പേര് ചേർത്ത വിളിക്കണ്ടേ? മുഹീദ്ദീനക്ക, നാസർക്ക ഇങ്ങനെ വിളിക്കണ്ടേ? ഒരു ആദരവുണ്ട്, ഒരു ബഹുമാനം ഉണ്ട്, അത് കൊടുക്കണം. പെണ്ണുങ്ങൾ ഭർത്താവിന്റെ പണ്ടത്തെ പെണ്ണുങ്ങള് സുബ്ഹാനല്ലാഹ് ഇങ്ങനെ വിളിക്ക, ഇത്രേ ഉള്ളൂ. എന്ന് വിളിക്കുന്നവർ, കുട്ടികളുടെ ഉപ്പ, നിങ്ങൾ അങ്ങനെയൊക്കെ വിളിക്കുക. ഇപ്പൊ അതൊക്കെ മാറിയിടും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എങ്ങനെ കൊടുത്താലല്ലേ തിരിച്ചു കിട്ടുക? സ്നേഹവും ബഹുമാനം അങ്ങോട്ട് കൊടുത്താലല്ലേ തിരിച്ചു കിട്ടത്തുള്ളൂ. നമ്മൾ കൊടുക്കേണ്ട പരിഗണന, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട പരിഗണന നമ്മൾ കൊടുക്കണം. അവളെ കുറിച്ച് പഠിക്കണം, അവളെ കുറിച്ച് മനസ്സിലാക്കണം. അതൊക്കെ കൊടുക്കും. അവർ തിരിച്ച് നമ്മൾ ആദരിക്കും, ബഹുമാനിക്കും, സ്നേഹിക്കും. അല്ലാതെ കേവലം വീട്ടിലെ ഒരു വേലക്കാരിയുടെ ജോലിയല്ല ഭാര്യയ്ക്ക്. പെണ്ണെന്ന് പറഞ്ഞാൽ ഇസ്ലാം പരിശുദ്ധമായ ദീൻ ലോകത്തിന് അറിയാഞ്ഞിട്ട പെണ്ണുങ്ങളെ കുറിച്ച്, ദീന് പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ച്. ഭാര്യ എന്ന് പറഞ്ഞാൽ അവൾക്ക് കൊടുക്കേണ്ട സ്ഥാനവും മഹത്വവും കൊടുക്കണം. നമ്മുടെ വീട്ടിൽ വന്ന് ജോലി ചെയ്യാനുള്ളതല്ല പെണ്ണ്. ഇവിടെ ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുക്കണമെന്ന് പെണ്ണുങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല.
ഉള്ളതിന് ഞാൻ പറയാം. നിന്റെ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും നിനക്കില്ല. അയാളുടെ തുണി കഴുകി കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നിന്റെ മക്കളെ നോക്കണമെന്ന് നിർബന്ധമില്ല. നിന്റെ ഭർത്താവിന്റെ ബാപ്പായ്ക്കും ഉമ്മായ്ക്കും വെച്ച് വിളമ്പി കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും നിനക്കില്ല. വേണമെങ്കിൽ ഇവൻ ആളെ വെച്ച് ചെയ്യിപ്പിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇഷ്ടപ്പെടൂല്ല, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സിറാജിന്റെ പെണ്ണുപിള്ളക്ക് സിറാജിന്റെ തുണി കഴുകണമെന്ന് നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവും ഇല്ല. എടാ, പെണ്ണ് കെട്ടുന്നവൻ അവക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവരെ പെണ്ണ് കെട്ടാവൂ, അല്ലാത്തവൻ ദിക്റും പറഞ്ഞു നടക്കണം. തന്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. തന്റെ ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുക്കണം, ഭർത്താവിന്റെ മക്കളെ നോക്കണം, വീട് നോക്കണം, വെച്ചു വിളമ്പണം, അടിച്ചു പാരണം, നിർബന്ധമില്ല. നോക്ക്, പരിശുദ്ധമായ ദീൻ നിർബന്ധിച്ച് പറയുന്നില്ല പെണ്ണുങ്ങൾ ചെയ്യണമെന്ന്. അതെന്തെങ്കിലും ചെയ്തെന്നാ അതിന്റെ ഔദാര്യം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്നിട്ട് പറയുന്നു ഉപ്പില്ല മുളവില്ല, അതിന് നെഞ്ചത്തോട്ട് കയറാ. പിന്നെ നിങ്ങളിപ്പോ അർഷിന്റെ മോളി ഇരിക്കാട്ടാ എല്ലാണോ? ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പൊങ്ങി മുകളിലെത്തി വലിച്ച് തറയിലിടും കേട്ടോ. സിറാജ് പറഞ്ഞിട്ട് അങ്ങ് പോവും. വീട്ടിൽ പോയിട്ടൊന്നും പറഞ്ഞേക്കരുത്. സിറാജ് പറഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ടൊന്നും പറയാൻ നിൽക്കരുത് കേട്ടാ. അള്ളാഹു നിങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചുകൂട്. ഭാര്യയ്ക്ക് എന്താ വേണ്ടത് വാങ്ങിച്ചുകൂട്. അവള് വേറെ ആരോട് ചോദിക്കാൻ? നിന്നോടല്ലേ. ഭർത്താവ് ഭാര്യയ്ക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചു കൊടുക്കണം. എന്തു കൊടുത്താലും പ്രതിഫലം. ഒരു ചുരിദാർ വാങ്ങിച്ചുകൂട്. നിനക്ക് സദക്കയുടെ കൂലി അല്ലാഹു തരൂല്ലേ? ഭക്ഷണ സാധനം മേടിച്ചുകൂട്, സദക്കയുടെ കൂലി അല്ലാഹു തരൂല്ലേ? എന്ത് ചെയ്താലും നിനക്ക് പ്രതിഫലം. പെങ്ങളെ, നീ ചോറ് വെച്ചുകൂട്, നിനക്ക് പ്രതിഫലം കിട്ടും. ഭർത്താവിന്റെ വസ്ത്രം കഴുകിക്കൂട്, പ്രതിഫലം കിട്ടും. അദ്ദേഹത്തിന് എന്ത് ചെയ്താലും നിനക്ക് പ്രതിഫലമുണ്ട്, വെറുതെ അല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക സഹോദര. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആണുങ്ങളോട് പറയുന്നത് നിനക്ക് സ്വർഗത്തിൽ പോകണോ, നിന്റെ ഭാര്യ പറയണം നീ നല്ലവനായിരുന്നു എന്ന്. നീ നല്ലവനായിരുന്നു എന്ന് നിന്റെ ഭാര്യ പറയാൻ. ഇനി പെണ്ണുങ്ങളോട്, ഇനി നിനക്ക് പോകണ്ടേ? നിന്റെ ഭർത്താവ് പോകണമെങ്കിൽ നീ പറയണം, പെങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനൂ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞു മടങ്ങി വരികയാണ്. നബി തങ്ങളും സ്വഹാബത്തും ഇങ്ങനെ യുദ്ധം കഴിഞ്ഞു വരുമ്പോ വല്ലാത്ത ദൈർഘ്യമുള്ള യാത്രയാണ്. ആ യാത്രയിൽ ആയിഷ ബീവി നബി തങ്ങളുടെ കൂടെയുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുണ്ട്. പടച്ചവനെ, യാത്രയാണല്ലോ, മലമൂത്ര വിസർജനം നടത്തണമല്ലോ. അങ്ങനെ പടച്ചവനെ, യാത്രയുടെ മധ്യയിൽ അതാ എല്ലാവരും നിൽക്കുകയാണ്. ആയിഷ ബീവി അതാ തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി കടന്നു ചെന്നു. ആയിഷ ബീവി പോയി തന്റെ ആവശ്യം കഴിഞ്ഞപ്പോ തിരിച്ചു മടങ്ങി വന്നു. ഒട്ടകക്കട്ടിലിന്റെ മുകളിലേക്ക് കയറുകയാണ്. ആയിഷ കയറുന്നത് എല്ലാവരും കണ്ടു. ആയിഷ ബീവി കയറി കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആണുങ്ങൾക്ക് അനുവാദം കൊടുത്തു. എല്ലാവരും പോവുകയാണ്, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ആയിഷ ബീബി ഇങ്ങനെ കഴുത്തിൽ തൊട്ടു നോക്കുമ്പോ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല പെങ്ങള്. ആയിഷ ബീബിക്ക് മനസ്സിലായി, പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലായി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പുറത്തേക്ക് നോക്കുകയാണ്. ആരെങ്കിലും ഉണ്ടോ? അല്ലാഹുവിന്റെ റസൂലുണ്ടോ? ആരെയും കാണുന്നില്ല. മാല നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ആയിഷ ബീബി വിചാരിച്ചു, അല്ലാഹ് ഓടിച്ചെന്നെടുത്തുകൊണ്ടുവരാം. അങ്ങനെ ആയിഷ ബീബി ആരോടും പറയാതെ ഇറങ്ങി പോവുകയാണ്. മാല തിരഞ്ഞു പോവുകയാണ്. പോകുന്നതാരും കണ്ടില്ലടോ. ആയിഷ ബീബി പോകുന്നതാരും കണ്ടില്ല. അങ്ങനെ പോയി മാല തിരഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. കിട്ടിയ മാലയുമായിട്ട് തിരിച്ചു വരുമ്പോ നബിതങ്ങളും സ്വഹാബത്തും പോയിരിക്കുകയാണ്. ആയിഷ ബീബി കേറുന്നത് കണ്ടതാണ്, ഇറങ്ങിപ്പോയത് കണ്ടില്ല. ആയിഷ ബീബിക്ക് വലിയ ഭാരമൊന്നുമില്ല. ഉണ്ടെന്നുള്ള ധാരണയിൽ യാത്ര തുടർന്നു. ആയിഷ ബീബി മടങ്ങി വന്നപ്പോ ആരെയും കാണാനില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. വഴിയോരത്തിരുന്ന് കരയാൻ തുടങ്ങി. അപ്പോഴാണ് സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു ചെറുപ്പക്കാരൻ
ചെറുപ്പക്കാരനായ സ്വഹാബി കുതിരപ്പുറത്ത് വരികയാണ്. ഒറ്റയ്ക്കാണ് വരുന്നത്. കാരണം എന്തെന്നറിയുമോ? നഷ്ടപ്പെട്ടു പോകുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ടുവരാണ്. എന്തെങ്കിലും വീണുപോയാ അത് എടുത്തുകൊണ്ടുവരാൻ ഏറ്റവും പുറകിൽ വരുന്ന സ്വഹാബിയാണ്. ആ സ്വഹാബി നോക്കുമ്പോ ഒരു പെണ്ണ് വഴിയോരത്തിരുന്ന് കരയുകയാണ്. ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ്. ആരാണെന്നറിയില്ല. അവിടുന്ന് ചോദിക്കുന്നു, ആരാ? എന്തിനാ ഇവിടെ ഇരുന്ന് കരയുന്നത്? അവിടുന്ന് പറഞ്ഞു, ആയിഷ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹ്ദി ആയിഷ. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷയാണ്. ആ ശബ്ദം സഫ്വാനിന് പരിചയമുണ്ട്. ആയിഷ ബീവിയുടെ ശബ്ദം സഫ്വാൻ റളിയല്ലാഹു തആല അൻഹുവിനറിയാം. ആയിഷ ബീവിയാണെന്ന് പറയുമ്പോ ഇന്നാ ലില്ലാഹി ഇന്നാ ലില്ലാഹി ചാടിയിറങ്ങുകയാണ്. കുതിരയുടെ മുകളിൽ നിന്ന് ചാടിയിറങ്ങി. എന്നിട്ട് സഫ്വാൻ പറയുന്നു, കേറുമ്മ കേറുമ്മ, കുതിരയുടെ മുകളിലേക്ക് കേറുമ്മ, ഞാൻ നടക്കാമുമ്മ, ഞാൻ കയറ് പിടിച്ചുകൊണ്ട് മുമ്പിൽ നടക്കാമുമ്മ, വേറെ വഴിയില്ലല്ലോ. ആയിഷ ബീവി അതാ മുകളിലേക്ക് കേറുകയാണ്. സഫ്വാൻ തങ്ങൾ കയറ് പിടിച്ചു നടക്കുകയാണ്. ഒരുപാട് സഞ്ചരിച്ചടോ, രാത്രി മുഴുവനും സഞ്ചരിച്ചടോ. വെളുപ്പാങ്കാലമാകുമ്പോഴാണ് ആയിഷയില്ലെന്നറിയുന്നത്. ആയിഷയെ കാണാനില്ല. എല്ലാവരും വലിയ പ്രശ്നത്തിലായി യാത്ര നിർത്തുകയാണ്. എല്ലാവരും ഒരുമിച്ച് കൂടി. ആയിഷയ്ക്ക് എന്ത് പറ്റിയെന്നറിയില്ല. എല്ലാവരും അറിഞ്ഞു. അങ്ങനെ എല്ലാവരും നബി തങ്ങളുടെ ചാരത്ത് നിൽക്കുമ്പോ ആയിഷ ബീബി ഇങ്ങനെ ഒട്ടതാ കുതിരപ്പുറത്ത് വരികയാണ്. സഫ്വാൻ തങ്ങൾ നടക്കുകയാണ്. നബി തങ്ങളെ കണ്ടപ്പോ സമാധാനമായി. ആയിഷ ബീബി നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. നബി തങ്ങളെ വിശ്വസിച്ചടോ, സമാധാനമായി. അപ്പോഴാണ് ആ കൂട്ടത്തില് മുനാഫിക്കീങ്ങളിൽപ്പെട്ട ഒരു നേതാവുണ്ടായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു സലൂനാണെന്ന് തോന്നുന്നു. ഒരു മുനാഫിക്കിന്റെ നേതാവുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, രണ്ടുപേരും ചെറുപ്പക്കാരാണ്, ഒരു രാത്രി മുഴുവനും ഒറ്റയ്ക്ക് വന്നവരാണ്, എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകും. ആയിഷ ബീവിയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തുകയോ. മദീന മുഴുവനും പടർന്നടോ. കാറ്റ് തീ പടരുന്നത് പോലെ മദീന മുഴുവനും പടരുകയാണ്. ആയിഷ വ്യഭിചരിച്ചു, ആയിഷ വ്യഭിചരിച്ചു. അല്ലാഹുവേ, കേട്ടവർ വിശ്വസിക്കുകയാണ്. കാരണം പറഞ്ഞത് മുസ്ലിമീങ്ങളായിരുന്നു. നബി തങ്ങളുടെ കൂടെ പോയവരാണ് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും വിശ്വസിച്ചടോ. എവിടെ നോക്കിയാലും ആയിഷ, എവിടെ നോക്കിയാലും ആയിഷ. ആയിഷ ബീവിയെ കുറിച്ച് മദീന മുഴുവനും ചർച്ചയായി. നബി തങ്ങൾക്ക് സങ്കടമായി. തന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ആരോടും മിണ്ടുന്നില്ല, ആരോടും മിണ്ടുന്നില്ല. നബി തങ്ങൾക്ക് വലിയ സങ്കടമായി. ആയിഷയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തുകയാണ്. സ്വഹാബത്ത് പലരും പറയുകയാണ്. അവസാന സങ്കടം വന്നപ്പോ തന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ നബി തങ്ങൾ എന്ത് ചെയ്തെന്നറിയുവോ? ഭർത്താക്കന്മാരെ, തന്റെ ഭാര്യയെ കുറിച്ചൊരു ആരോപണം വന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന ഭർത്താവ് പള്ളിയുടെ മിഹ്റാബിൽ കേറുകയാണ്, പള്ളിയുടെ മിമ്പറിൽ കേറുകയാണ്. എന്നിട്ട് നബി തങ്ങൾ വിളിക്കുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, സഹാബത്തേ, എന്റെ ആയിഷയെ കുറിച്ച് നിങ്ങൾ പറയുന്നത് ഞാൻ അറിയുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എന്റെ ഭാര്യയെ കുറിച്ച് നിങ്ങളിൽ പലരും പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സഹാബ. എനിക്കറിയാ എന്റെ ആയിഷയെ. നബി തങ്ങളുടെ മറുപടി എന്തെന്നറിയുമോ? തന്റെ ഭാര്യയെ കുറിച്ച് ഒരു ആരോപണം വന്നപ്പോ റസൂലുള്ളാഹി തങ്ങളെന്ന ഭർത്താവിന്റെ മറുപടി എന്തെന്നറിയുമോ? ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. നബി തങ്ങളുടെ
മറുപടിയാണ്, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഞാൻ വിശ്വസിക്കില്ല. എനിക്കറിയാം എന്റെ ആയിഷയെ, അവൾ ഇന്നലെ വരെ എന്റെ കൂടെ ജീവിച്ചവളാണ്, അവൾ ഇന്നലെ വരെ എന്റെ കൂടെ ജീവിച്ചവളാണ്. എനിക്കറിയാം എന്റെ ആയിഷയെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഖൈറല്ലാത്ത ഒരു കാര്യം, മോശമായ ഒരു കാര്യം എന്റെ ഭാര്യ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല, അവൾ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് പടച്ചവരെ, നബി തങ്ങളുടെ മറുപടിയാണ്, നിങ്ങൾ ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എന്റെ ഭാര്യ നല്ലവളാണ്, അവളെ എനിക്ക് വിശ്വാസമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ നെഞ്ചത്ത് കൈവച്ചിട്ട് പറമോള്, നിന്റെ ഭർത്താവ് അങ്ങനെ നിന്നെ കുറിച്ച് പറയുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ ഭാര്യ നല്ലവളാ ഉസ്താദ്, ഇവളെ പോലെ ഒരു സ്വാലിഹത്തായ പെണ്ണിനെ എനിക്ക് റബ്ബ് തന്നല്ലോ, എനിക്ക് അവളെ ജീവനാ ഉസ്താദ്, അവൾ ഒരു വഖത്ത് പോലും മുടക്കാത്തവളാ, അവളുടെ ദുആഇന്റെ മുകളിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് പറയുമോ പെങ്ങള്? അങ്ങനെ പറഞ്ഞാ നാളെ നീ സ്വർഗത്തിലാ. തങ്ങളുടെ ഭാര്യയെ കുറിച്ച് പറയുമ്പോ തെളിവ് മുഴുവൻ എതിരെ ആയിഷയ്ക്ക്, എല്ലാ തെളിവും എതിരായിരുന്നു ആയിഷ ബീവിക്ക്. എന്നിട്ടും നബിതങ്ങൾ പറഞ്ഞ മറുപടി, ലാക്കിന് വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറ, എനിക്കറിയാം എന്റെ ആയിഷാനെ. നമ്മളോ, എടാ നിന്റെ ഭാര്യ ആരോ പറഞ്ഞു, പടച്ചവനെ നിന്റെ ഭാര്യയുടെ ഫോട്ടോ അവിടെ കണ്ടു ഇവിടെ കണ്ടു, ഒരുത്തന്റെ കൂടെ കറങ്ങുന്നത് കണ്ടു, പടച്ചവനെ വീട്ടു ഫോൺ വിളിച്ചിട്ട് പറയും, ഞാൻ വരുന്നതിന് മുമ്പേ ഭാര്യ കെട്ടിപ്പൊക്കോളാൻ. 25 കൊല്ലം 30 കൊല്ലം കൂടെ കിടന്നവളെ വിശ്വാസമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, ഈമാൻ തരുമാറാകട്ടെ. ഏതോ ഒരുത്തി പറഞ്ഞു, എന്റെ പെണ്ണും പിള്ള അങ്ങനെ നടക്കുന്നടാ, അവന്റെ കൂടെ നടന്നടാ, ചാറ്റിയുടെ വിളിച്ചടാ, കഴിഞ്ഞുല്ല, ഞാൻ കഴിഞ്ഞു. അത്രയ്ക്ക് വിശ്വാസം ഉള്ളടോ. ഞാൻ വരുന്നതിന് മുമ്പേ പൊക്കോളനാ പറയുന്നത്. അരിക്കെട്ടി പറഞ്ഞു, തലാക്ക് പറഞ്ഞു, ഒഴിവാക്കി കഴിഞ്ഞു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇത്രേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതം, ഇത്രേ ഉള്ളൂ. എന്നാ നമ്മുടെ ജീവിതം നോക്കിയേ, നമ്മളെന്തടോ, നമുക്കെന്താ അർഹതയിടോ? നമ്മുടെ ഭാര്യ ഇങ്ങനെ പറഞ്ഞു വിടുന്ന, അല്ലെങ്കിൽ ഭർത്താവിന് നമ്മൾ ചിന്തിക്കേണ്ടെന്നറിയോ? പരസ്പരം വിശ്വാസമില്ലടോ ആർക്കും. എത്ര കൊല്ലം കഴിഞ്ഞാലും ഭാര്യക്കും ഭർത്താവിന് വിശ്വാസമൊന്നുമില്ല. ഭർത്താവിന്റെ ഫോൺ ഭാര്യ എടുക്കാൻ പാടില്ല, ഭാര്യയുടെ ഫോൺ ഭർത്താവ് എടുക്കാൻ പാടില്ല. കോടിക്കണക്കിന് രൂപ ഇരിക്കുന്ന SBIയിലും സ്റ്റേറ്റ് ബാങ്കിലും ഫെഡറൽ ബാങ്കിന്റെ ലോക്കറി പോലും ഇല്ലാത്ത ലോക്ക എല്ലാത്തിനും ഫോണിന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പാരിപ്പള്ളിയിലെ ബാങ്ക് ഉണ്ടല്ലോ, ആ SBI ബാങ്കിന്റെ ലോക്കറിൽ പോലും ഇല്ലാത്ത ലോക്കാണ് നിന്റെ ഫോണിൽ. നിന്റെ മുഖം കണ്ടാലേ തുറക്കത്തുള്ളൂ. ചിലതിന്റെ കണ്ണ് കാണണം, ചിലതിന്റെ ഫിംഗർ പ്രിന്റ്. സുബ്ഹാനല്ലാഹ്, എല്ലാത്തിനും. എന്തിനാ മക്കൾ ഇത്ര ലോക്ക്? ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ഇത്ര ലോക്ക്? ഭാര്യ ചോദിക്കുന്ന, എന്തിനാ എന്റെ ഫോൺ എടുക്കണേ? നിങ്ങൾക്ക് സംശയരോഗമാ. ഭർത്താവിന്റെ ഫോൺ എടുത്താൽ ഭാര്യ പറയും, ഭാര്യ എടുത്താൽ ഭർത്താവ് ഭാര്യയുടെ ഫോൺ എടുത്താൽ തിരിച്ചെടുത്താൽ പറയും, നിങ്ങൾക്ക് സംശയരോഗം. ഞങ്ങൾക്ക് അങ്ങനെ സംശയരോഗം, എനിക്ക് ആരോടും മിണ്ടാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, മെസ്സേജ് എഴുതാൻ പാടില്ല. ഭാര്യ അങ്ങനെ, ഭർത്താവ് ഇങ്ങനെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തിനാ മക്കളെ ഇങ്ങനെ? എടാ ഭാര്യക്ക് കൊടുക്ക് ഫോൺ, ഓള് കാണട്ടെ, ഓ നോക്കട്ടെ. എന്താ നിനക്ക് ഇത്ര എന്താ മറയ്ക്കാനുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, മറയ്ക്കാൻ വല്ലതും ഉള്ളതുകൊണ്ടല്ലേ പേടി? കൊടുത്തേരെ, കൊടുത്താ അറിയാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കൊടുത്താൽ അറിയാം. പ്രശ്നം കക്കൂസി പോകുമ്പോഴും ഫോൺ താഴെ വെക്കാറില്ല, അതുകൊണ്ടാ ഫോണെ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എല്ലാരും എന്തിനാ മക്കളെ ലോക്കിടുന്നത്? നേരത്തെയൊക്കെ നമ്മൾ പറയുമായിരുന്നു, ഉസ്താദെ മക്കൾ എടുത്തിട്ട് ഗെയിം കളിക്കുക, അതിനാ ലോക്കിട്ടേക്കുന്നത്. ഈ കുട്ടികൾ എടുത്തിട്ട് ഗെയിം കളിക്കും, അതുകൊണ്ടാ ലോക്കിട്ടേക്കുന്നത്. ഈ കൊറോണയ്ക്ക് ശേഷം നിന്റെ ഈ പട്ടി എറിയുന്ന ഫോൺ എന്തിനാ മക്കൾക്ക്? അവന്മാര് തലകണയും കൊണ്ടാ നടക്കണ, ടാബുമായിട്ട്. ഞാനൊരിക്കൽ വഴുത് കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു വാപ്പ പറഞ്ഞു, ഉസ്താദ് ഒരു ഫോട്ടോ എടുക്കണം. പ്രായമുള്ള മനുഷ്യനെ ഞാൻ നിന്നു കൊടുത്തു. അദ്ദേഹത്തിന്റെ ലോക്ക് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അയാൾക്കത് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. ഇങ്ങനത്തെ ഒരു വരയാണോ? സുബ്ഹാനല്ലാഹ്. ഇസഡ് ആണോ അതോ വേറെ എന്തെങ്കിലും ആണോന്ന് അറിയത്തില്ല. എന്തൊക്കെ ലോക്കുകളാ സഹോദരൻ. പരസ്പരം വിശ്വാസം ഇല്ലടോ ഒന്നിനും. ചതിയും വഞ്ചനയും, ചതിക്കുക, വഞ്ചിക്കുക. ഭാര്യയെ വഞ്ചിക്കുന്നു, ഭർത്താവിനെ വഞ്ചിക്കുന്നു. എങ്ങനെ സഹോദര? ഗ്രൂപ്പുകളും ആവശ്യമില്ലാത്ത. എങ്ങനെ കഴിയുന്നടോ വഞ്ചിക്കാനും ചതിക്കാനൊക്കെ? കൂടെ കിടക്കുന്നവളല്ലേ. എടാ എന്നെങ്കിലും ഒരിക്കൽ നിനക്കും തിരിച്ചു പണി കിട്ടൂടാങ്ങാതി. ഏതെങ്കിലും ഒരു തൊലിവെളുപ്പുള്ള പെണ്ണിന്റെ തൊലി കണ്ടുകൊണ്ട്, സൗന്ദര്യം കണ്ടുകൊണ്ട് നീ പോകുമ്പോ നീ അറിയണം, നിന്റെ കൂടെ കിടക്കുന്നവൾ ഒരിക്കൽ നിനക്ക് പണി തരും.
എന്താ നീ ചിന്തിക്കാത്തെ? നീ എന്താ എങ്ങനെ ചിന്തിക്കാത്തെ? കൂടെ കിടക്കുന്നവള് നിന്നെ ചതിക്കുന്ന ഒരു നാള് വരും സഹോദര. പെങ്ങളെ, നീ വിചാരിക്കണ ചാറ്റും മെസ്സേജ് എഴുതും ഫോട്ടോ അയക്കലൊക്കെ മലക്കാന്നാ വിചാരിച്ചേ? മലക്കാണെങ്കിൽ ഒരു ദിവസം നിനക്ക് പണി കിട്ടും പെങ്ങളെ. ഞാൻ പറഞ്ഞല്ല, ഞാൻ പിന്നെ പേടിപ്പിക്കുന്നില്ല വെറുതെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പിന്നെ ഇത് കേൾക്കുമ്പോ ചെയ്തവന് ബേജാറായി പോകും, ചെയ്തവർക്ക് ബേജാറായി പോകും. എന്തിനാ ഈ ചതിയും വഞ്ചനയൊക്കെ കാണിക്കുന്നത്? ജീവിതം ഒന്നല്ലേ ഉള്ളൂ. ആ ജീവിതം അൽഹംദുലില്ലാ സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്ക്, പരസ്പരം മനസ്സിലാക്ക്. ഈ വരുന്നവന് വേറെ പണിയൊന്നും കാണൂല, അവന് വേറെ എവിടെ എല്ലാം പോകും. അവന്റെ ജോലി തന്നെ ചാറ്റിലും കാണലും ചിരിക്കലും മാത്രമാ. അങ്ങനെ കുറെ തെറ്റുകൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കാൻ നമുക്കിതിന്റെ ബഹുമാനവും ആദരവൊന്നും അറിയില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധവും അതിന്റെ മഹത്വം ഒന്നും നമുക്ക് അറിയണില്ല. എപ്പൊ നോക്കിയാലും അടിയും വഴക്കും ബഹളവാ. ആർക്കും സ്നേഹിക്കാൻ സമയമില്ല. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതിന്റെ മഹത്വം എന്തെന്നറിയോ? ഇതിന്റെ മഹത്വം എന്തെന്നറിയോ? എടോ, ഇന്ന് വഴുത് കഴിഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവാ. നിങ്ങൾ വഴുത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി. ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ ഇങ്ങനെ സ്നേഹത്തോടെ ഒന്ന് പിടിച്ചാൽ നിങ്ങൾ രണ്ടുപേരും ആ പിടിച്ചിരിക്കുന്ന അത്രയും സമയം നിങ്ങൾ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി